ഹായ്, നിങ്ങളുടെ കണ്ണിൽ എപ്പോഴും സൂപ്പർ ഗ്ലൂ പോയിക്കണോ? സൂപ്പർ ഗ്ലൂ പോയാൽ എന്താവുമെന്ന് അറിയാം. അത് എൻ്റെ കണ്ണിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നടന്നുള്ള ഒരു സ്റ്റോറി ടൈം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അത് നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നപ്പോൾ കഥ തുടങ്ങുന്നത് നല്ലൊരു ഉച്ച സമയത്ത്. ഒരു ഉച്ച സമയത്ത് എന്തിനാ എനിക്കറിയില്ല, എനിക്ക് സൂപ്പർ ഗ്ലൂ ആവശ്യം വന്നിരുന്നു. അതിനു വേണ്ടി ഞാൻ സൂപ്പർ ഗ്ലൂ നോക്കിയപ്പോൾ എനിക്ക് സൂപ്പർ ഗ്ലൂ കിട്ടിയത്, അത് ഉപയോഗിച്ച സൂപ്പർ ഗ്ലൂ എനിക്ക് കിട്ടിയത്. എന്നപ്പോൾ അതിൻ്റെ മുൻഭാഗം പൊടി കിടക്കുന്നു. അതിനുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കൂടെ സൂപ്പർ ഗ്ലൂ അല്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സൂപ്പർ ഗ്ലൂ ഉണ്ടെന്നതിന്. അത് ഞാൻ നേരെ കത്രിക എടുത്ത് അതിൻ്റെ അറ്റം നേരെ കട്ട് ചെയ്തു. അപ്പം തന്നെ ചെറിയൊരു തുള്ളി നേരെ കണ്ണിലേക്ക് തെറിച്ച്. കണ്ണ് അപ്പം തന്നെ എരിയാൻ തുടങ്ങി. കണ്ണൊട്ടി പോയിട്ടൊന്നുമില്ല കേട്ടോ. കണ്ണ് നേരെ എരിഞ്ഞ് അപ്പോൾ കഴിഞ്ഞ് വെള്ളം കൊണ്ട് കണ്ണ് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ണിൽ നോക്കിയപ്പോൾ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഫ്ലാഷ് അടിച്ച് നോക്കിയപ്പോഴാണ് കണ്ണിന് ഒരു ചെറിയ ഐറിസിൻ്റെ താഴത്ത് ചെറിയൊരു പാട് സൂപ്പർ ഗ്ലൂവിൻ്റെ. അത് എത്ര പോക്കിയിട്ടോ പോയില്ല. അത് നേരെ ഇമ്മനെ പറഞ്ഞപ്പോൾ എല്ലാം കുറേ ചീത്തിട്ട് അങ്ങനെ പലതും കിട്ടി. പിന്നെ ഉമ്മൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കി. ഉമ്മൻ്റെ ഫ്രണ്ട് ഡോക്ടറായിരുന്നു, അതിൻ്റെ കണ്ണിൻ്റെ ഡോക്ടറായിരുന്നു. അന്നപ്പോൾ ഓലോട് അപ്പോൾ ഓല് പറഞ്ഞ് എന്നാൽ 24 hours ഉള്ളിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തണം, കാരണം എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ സൈറ്റ് പോകുന്നു. അത് ഫുള്ള് ടെൻഷനായി തുടങ്ങി. നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട്. അന്നെന്താ എനിക്കറിയില്ല. അന്ന് സാധാരണ നമ്മളെ നോർമൽ ക്ലിനിക്കൽ ഹോസ്പിറ്റൽ ഇല്ലേനു. സൺഡേ ആയിരുന്നു. അന്ന് സൺഡേ ആയതുകൊണ്ട് നോർമൽ ഹോസ്പിറ്റൽ ഇല്ലേനു. നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലായിരുന്നു വണ്ടി വിട്ടത്. മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ പറഞ്ഞ് കണ്ണിൽ സൂപ്പർ ഗ്ലൂ ഉണ്ട്, എനിക്കും അറിയാം, എന്നാലും നിങ്ങൾ 3 ബോട്ടിൽ സെലൈൻ വാട്ടർ കണ്ണിലുറ്റിച്ച് നോക്കുന്നു. കണ്ണിലുറ്റിച്ച് ഇങ്ങനെ അടിക്കും. ഞാനവിടെ കിടക്കുകയാണ്, സെലൈൻ വാട്ടർ ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കുകയാണ്. അതിൽ 3 ബോട്ടിൽ അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ വന്ന് നോക്കിയപ്പോൾ ആ മെഷീൻ വന്ന് നോക്കിയപ്പോൾ അപ്പോഴും അത് ബാക്കിയുണ്ട്. ആ സൂപ്പർ ഗ്ലൂവിൻ്റെ പാട് ബാക്കിയുണ്ട്. എന്നാൽ പിന്നെന്താ, പിന്നെ അവര് പറഞ്ഞ വേറെ ഒരു വഴിയില്ല. പിന്നെ ഒരു ബഡ്സ് എടുത്ത് പിന്നെ ഫുള്ള് തോണ്ടാൻ തുടങ്ങി. അവിടെ തോണ്ടി ഫുള്ള് തോണ്ടാൻ അങ്ങോട്ട് തുടങ്ങി. കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, പിന്നെയും തോണ്ടാൻ തുടങ്ങും. അങ്ങനെ തോണ്ടി കണ്ണെല്ലോടെ ചോത്തുന്തോ കണ്ണ് തുറക്കാൻ കഴിയാണ്ടായി. നമുക്കൊന്നും പറയാനത്തില്ലല്ലോ, നമ്മളെ കണ്ണ് നന്നാക്കാനല്ലോ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ തോണ്ടി ഓല പോക്കി. എന്നാൽ ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ ഫസ്റ്റ് ലെയറാണ് ഓല് പോക്കുന്നത്. നമ്മളെ കണ്ണ് നമ്മളെ ഡേർട്ടിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ലെയർ ഉണ്ട് നമ്മളെ കണ്ണിന്. അതാണ് ആ ലെയർ ഇങ്ങനെ ഇളക്കി അത് പോക്കുക. അങ്ങനെ ഫസ്റ്റ് ലെയർ ഫുള്ള് പോക്കി. അതിപ്പോൾ എന്തായാലും ഒന്ന് കണ്ണ് തുറക്കാനില്ല, കാരണം ഫസ്റ്റ് ലെയർ പോയില്ല. അതിപ്പോൾ ഇൻഫെക്ഷൻ ആവും, കണ്ണ് പുറത്ത് ഇങ്ങനെ എക്സ്പോസ് ആയാൽ. അതിനോട് തന്നെ ഞാൻ ഓല് പറഞ്ഞ് അടുത്ത 3 ദിവസത്തേക്ക് കണ്ണ് കെട്ടി വെക്കണം. അങ്ങനെ അത് കെട്ടി വെച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് 3 ദിവസം എങ്ങനെ സഹിച്ചാൽ എനിക്കറിയും. കാരണം ഒരു കണ്ണ് പോയാൽ ഫുള്ള് എല്ലാ കോൺസെൻട്രേഷനും തെറ്റിപ്പോയി. നമ്മളെ നടക്കുന്ന സ്റ്റെപ്പ് കയറാനൊക്കെ തെറ്റും. കാരണം 2 കണ്ണ് വേണം സ്റ്റെപ്പ് കയറാൻ, നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കയറാൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഹോസ്പിറ്റലിലെത്തി. പിന്നെ നോക്കിയപ്പോൾ ഒരു പറഞ്ഞ ചെറിയ പാടും കൂടി ഉണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ ഞാൻ പിന്നെ കുറച്ച് നോക്കിയതിന് ശേഷം അവർ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അത് പോയിക്കോളും. പിന്നെ കുറച്ച് കണ്ണിലുറ്റിക്കാൻ കുറച്ച് ഡ്രോപ്സ് തന്ന് നമ്മളെ ഫസ്റ്റത്തെ ലെയർ പോയില്ലേനോ അത് ഉണങ്ങി വരാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എന്നപ്പോൾ ഇതായിരുന്നു എൻ്റെ കണ്ണിൽ സൂപ്പർ ഗ്ലൂ പോയതിൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്കാർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.